Hi friends, welcome to my YouTube channel H Media. Autodesk Max Beginner to Advanced Tutorialsന്റെ 95th ലെസൺ ആണിത്. ഈ ലെസണിലൂടെ uPVC വിൻഡോ ജനറേറ്റർ എന്ന സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് uPVC ടൈപ്പ് വിൻഡോസിനെ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് വേണ്ട രീതിയിൽ മോഡിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമുക്ക് എങ്ങനെ ഈ ഒരു സ്ക്രിപ്റ്റിനെ നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് യൂസ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ സിസ്റ്റം യൂണിറ്റ് സെറ്റപ്പ് സെൻറ്റിമീറ്ററിലേക്ക് സെറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് കസ്റ്റമൈസ് ഓപ്പൺ ചെയ്യാം. കസ്റ്റമൈസിൽ യൂണിറ്റ് സെറ്റപ്പ് എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്തുകൊണ്ട് സിസ്റ്റം യൂണിറ്റ് സെറ്റപ്പിൽ നമുക്കിവിടെ നിന്ന് സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ പ്രസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു സിസ്റ്റം യൂണിറ്റ് സെറ്റപ്പ് നമ്മൾ സെൻറ്റിമീറ്ററായി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ വിൻഡോസ് ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ സ്റ്റൈൽ 1, സ്റ്റൈൽ 2 എന്നിങ്ങനെ ഡിഫറെൻറ്റ് വിൻഡോസ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആവശ്യമുള്ള വിൻഡോസ് സെലക്ട് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷവും അതിൻ്റെ സൈസ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിതിൽ ഏത് വിൻഡോ ആണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ആ വിൻഡോയുടെ നേരെയുള്ള ഈ ഒരു ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യമായി ഈ ഒരു വിൻഡോ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു വിൻഡോ ഇവിടെ ഇതുപോലെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമുക്കിനി ഈ ഒരു വിൻഡോയുടെ സൈസിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ നിന്ന് ആ ചേഞ്ചസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു വിൻഡോയുടെ ഹൈറ്റ് ഇവിടെ നിന്ന് ഇൻക്രീസ് ആവുന്നതായി കാണാവുന്നതാണ്. നമുക്കിതുപോലെ ഇതിൻ്റെ വിഡ്ത്ത്, ഇതിൻ്റെ ഔട്ട്, ഇതിൻ്റെ ഇൻ തുടങ്ങിയവ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള സൈസിൽ നമ്മൾ ഈ ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് കൺവേർട്ട് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇത് കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു വിൻഡോയുടെ പാർട്സ് ഇതുപോലെ സെലക്ട് ആവുന്നതാണ്. ഇനി അടുത്തൊരു വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് കൺവേർട്ട് ചെയ്യേണ്ടതാണ്. നമ്മളിത് കൺവേർട്ട് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വിൻഡോ നമുക്ക് എഡിറ്റബിൾ പോളിയിൽ കൺവേർട്ടായി ലഭിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു കൺവേർട്ട് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു കൺവേർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്കിത് കൺവേർട്ട് ആകുന്നതായി ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ ഈ ഒരു വിൻഡോ ഇവിടെ കൺവേർട്ടായി ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഫ്രെയിം, ഇതിൻ്റെ വിൻഡോ പാനൽ 2 പോളിഗൺ ഒബ്ജക്റ്റുകളായി ലഭിച്ചിരിക്കുകയാണ്. വളരെ ഡീറ്റെയിലാണ് ഈ ഒരു മോഡൽ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഡബിൾ വിൻഡോ, സിംഗിൾ വിൻഡോ വിത്ത് ഫിക്സഡ് പാനൽ, ഡബിൾ വിൻഡോ വിത്ത് ഫിക്സഡ് പാനൽ തുടങ്ങിയവ നമുക്കിവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു വിൻഡോ ഇതുപോലെ ഫാസ്റ്റായി ക്രിയേറ്റ് ആവുന്നതായി നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു വിൻഡോ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമുക്കിവിടെ ഒരു ഡബിൾ വിൻഡോ വിത്ത് ഫിക്സഡ് പാനലാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഹൈറ്റ്, വിഡ്ത്ത്, ഇൻ, ഔട്ട് തുടങ്ങിയ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ഒരു വിൻഡോയുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കൺവേർട്ടിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു വിൻഡോയും പോളിയിലേക്ക് കൺവേർട്ടായി ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോസ് വളരെ ഈസിയായി ആനിമേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതുപോലെ ആവശ്യമുള്ള രീതിയിൽ വിൻഡോസിനെ ഓപ്പൺ ചെയ്യുവാനും ക്ലോസ് ചെയ്യാനും നമുക്കിതിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു വിൻഡോ ജനറേറ്ററിൽ അവൈലബിൾ ആയ ഏത് സ്റ്റൈലിലും വിൻഡോസിനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സൈസിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.